ഗൈസ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തേത് ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ്. നമ്മൾ ഏകദേശം ഒരു 1 വീക്ക് മുമ്പ് നമ്മള് ബേർഡ് നെസ്റ്റ് ഫേണും അതേപോലെ തന്നെ ഒരു പാമ്പിന്റെ വെറൈറ്റിയും സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി. അതിനുശേഷം ഒരുപാട് പേര് ഈ പ്ലാന്റ്സ് അന്വേഷിച്ച് വന്നതുകൊണ്ടിട്ട് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ബൾക്കായിട്ട് പാമ്പും അതേപോലെ തന്നെ ഫേണും സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഫേൺ കുറച്ചുകൂടെ വലിയ സൈസ് ആയിരുന്നു. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ചെറിയ സൈസാണ്. അപ്പോൾ റേറ്റിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോഴും കിട്ടാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. കാരണം ഇത് ഇനി സ്റ്റോക്ക് ഔട്ട് ആയാൽ നമ്മൾ വീണ്ടും സ്റ്റോക്ക് എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഈ 2 പ്ലാന്റ്സും സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാം വെറൈറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിച്ചു തരുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു പോട്ടില് ഇങ്ങനെയാണ്. ഒരു പോട്ട് എടുക്കുമ്പോൾ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത്. ഇതിൽ തന്നെ 3 പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ ലീഫിന്റെ കളർ ഷെയ്ഡും പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കാണിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ, ഇത് നമ്മളിങ്ങനെ ഒരു സിംഗിൾ പ്ലാന്റ് ആയിട്ട് പോട്ട് ചെയ്യുന്നതിനേയും കാട്ടി ഇതൊരു 2-3 പോട്ട് വാങ്ങിച്ച് കമ്പൈൻ ചെയ്ത് നടുമ്പോഴത്തേക്ക് പ്ലാന്റ്സിന് വേറൊരു ഭംഗിയാണ്. അതാണ് ഞാൻ കൂട്ടത്തോടെ ഉള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് തന്നെ കൂട്ടത്തോടെ ഇരിക്കുമ്പോഴത്തേക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് എടുത്ത് അതിന്റെ സെയിം റേറ്റ് തന്നെയാണ്. ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്. അപ്പൊ ഈ പ്ലാന്റിനെ കുറിച്ച് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാം വെറൈറ്റി ആണ്. ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് രീതിയിൽ എവിടെയെങ്കിലും കുറച്ച് സൺലൈറ്റ് അടിക്കുന്ന അടുത്ത് വേണം നമ്മളിത് സെറ്റ് ചെയ്യാനാണ്. ഇപ്പൊ നമ്മള് സ്റ്റെയറിന്റെ സൈഡിലൊക്കെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സൺലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമ്മുടെ സിറ്റ് ഔട്ടിലോ ബാൽക്കണീസിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ എവിടെയാണോ ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെയോ വൈകിട്ടോ കുറച്ച് വെയിലടിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പ്ലാന്റ് നന്നായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇത് മിനിയേച്ചർ വെറൈറ്റി ഒന്നുമല്ല, അത്യാവശ്യം കുറച്ച് സൈസ് വയ്ക്കുന്ന പാം വെറൈറ്റിയാണ്. എന്ന് പറഞ്ഞ് നമ്മുടെ നോർമൽ പാം പോലെ ഒരുപാട് ഹൈറ്റ് വെക്കുന്ന പാമ്പ് അല്ല, അത്യാവശ്യം കുറച്ച് ഹൈറ്റ് വെക്കുന്ന ഒരു പാം വെറൈറ്റിയാണ്. ഏകദേശം ഒരു 60-70 സെന്റിമീറ്റർ നമ്മുടെയൊക്കെ മുട്ടിന്റെ മുകളിലോട്ടൊക്കെ ഹൈറ്റ് വെക്കുന്ന അത്രയ്ക്ക് ഒരു ഹൈറ്റ് വെക്കുന്ന പാമാണ്. പക്ഷെ നല്ല രസമാണ്. നമ്മളെ നോർമൽ അരയ്ക്ക പാം പോലെയല്ല. ഇതിന്റെ ലീഫിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു പോട്ടിൽ 3 പ്ലാന്റ് വരുന്നുണ്ട്. അപ്പൊ 2 പോട്ടൊക്കെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് നടുകയാണെങ്കിൽ മൊത്തത്തിൽ 6 പ്ലാന്റ് വരും. അപ്പൊ പ്ലാന്റ് വലുതാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള ഒരു പോട്ടായിട്ട് മാറും. അപ്പൊ ഇത് ഈ പാമ്പിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 150 രൂപയാണ്. 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ് കാണിച്ചു തരാം. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. എല്ലാത്തിലും ഒരു പോട്ടിൽ 3 പ്ലാന്റ് വീതം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഫേൺ ആണ്. ഫേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് എടുത്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ലിമിറ്റഡ് നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കൊടുത്തതിന് ശേഷം ഒരുപാട് പേര് പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കും ഉള്ളത് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ബേർഡ് നെസ്റ്റ് ഫേൺ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ല ചാൻസ് ആണ്. കാരണം ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് വന്നത് കുറച്ചും കൂടെ വലിയ സൈസ് ആയിരുന്നു. ഇതിപ്പോ ഏകദേശം ഈ ഒരു സൈസിലാണ്. പക്ഷെ അത്യാവശ്യം നല്ല ലീഫൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. ബേർഡ് നെസ്റ്റ് ഫേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫേൺ വെറൈറ്റി ആണ്. മറ്റുള്ള ഫേൺ വെറൈറ്റി പോലെ അല്ലെ, ഇത് അത്യാവശ്യം നല്ല സൈസ് വയ്ക്കുന്ന പ്ലാന്റ് ആണ്. ഇപ്പൊ നമ്മള് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ കൂടുതലും മരത്തിന്റെ ഒക്കെ തണലിലൊക്കെയാണ് ഈ പ്ലാന്റ് വളരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കല്ലാതെ ഇൻഡോർ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വളർത്താം. അടിപൊളിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഒരു കുഞ്ഞു പ്ലാന്റിന്റെ ലീഫിന് തന്നെ ഈ ഒരു സൈസ് വരുന്നുണ്ട്. മെച്ചുവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സൈസ് വരും. ഇതിന്റെ വലിയ പ്ലാന്റ്സുകൾ ആമസോൺ ഫോറസ്റ്റുകളിലൊക്കെയാണ് കാണപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അത്രയും വലുപ്പത്തിൽ പ്ലാന്റ്സ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും വളർത്തിയെടുക്കാവുന്നതാണ്. ലോ മെയിൻ്റെനൻസ് ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് 200 രൂപയാണ് വരുന്നത്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് വേറൊരു പ്ലാന്റും കൂടെ കാണിച്ചു തരാം. എല്ലാം ഏകദേശം ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത്. 200 രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഈ 2 പ്ലാന്റ്സും ഇതേപോലത്തെ ബ്ലാക്ക് പോട്ടിൽ വരുന്നതുകൊണ്ട് നമ്മൾ വിത്ത് പോട്ടാണ്, ഈ പോട്ടോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പൊ ഈ 2 പ്ലാന്റ്സിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്.
വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. കാരണം ഇത് എപ്പോഴാണ് സ്റ്റോക്ക് ഔട്ട് ആവുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒന്നും കൂടെ പറയാം, പാമിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 150 രൂപ, 150 റുപ്പിയും. അതേപോലെ തന്നെ ഫേണിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 200 രൂപ, 200 റുപ്പിയാണ് വരുന്നത്. വിത്ത് പോട്ടാണ് നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കേരള, തമിഴ്നാട്, കർണാടക ഈ 3 സ്റ്റേറ്റ്സിലാണ് ഡെലിവറി ഉള്ളത്. 2 കൊറിയർ ആണുള്ളത്, DTDCയും പ്രൊഫഷണലും. അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സ് മാത്രമല്ല, അഗ്ലോണിമയുടെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അഗ്ലോണിമ പ്ലാന്റ്സിന്റെ വീഡിയോ ആയിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് ഇതുപോലുള്ള സെയിൽ റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.